ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139603770. പ്രകൃതി സ്നേഹി കഥ തുടരുന്നു. നവരാത്രി സമയം ആയതിനാൽ പ്രീത വർമ്മയ്ക്ക് പാറമേക്കാവ്, തിരുവമ്പാടി ചിന്മയ നവഗ്രഹ അമ്പലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും തൻ്റെ സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള ക്ഷണം ലഭിച്ചപ്പോൾ വിമൽ കുമാർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. നവരാത്രി സമയം ആയതിനാൽ വിമൽ കുമാർ പ്രീത വർമ്മയെ അനുഗമിച്ച് ഇത്തരം പരിപാടികൾ ആസ്വദിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ് അവർ ഹോട്ടലിൽ ചെന്ന് ലഘു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിമൽ കുമാർ തൻ്റെ ഉറ്റ സുഹൃത്തായ ഉദയനെ കാണുകയുണ്ടായി. ഉദയനെ വിളിച്ച് വിശേഷങ്ങളെല്ലാം അന്വേഷിച്ച ശേഷം ഉദയനോട് ഇപ്പോൾ എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥനായ ഉദയൻ പറഞ്ഞു, ബാങ്കിലെ ജീവിതമെല്ലാം സമ്മർദ്ദം ഏറിയതാണ്. അതിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരിപാടികളിൽ മുടക്കമില്ലാതെ ഞാൻ പങ്കെടുക്കുന്നത്. അപ്പോൾ വിമൽ കുമാർ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ഭാര്യ പ്രീത വർമ്മ ഒരു സംഗീതജ്ഞയാണ്. അവളോടൊപ്പമുള്ളതായിട്ടുള്ള എൻ്റെ ജീവിതം വളരെ ഉന്മേഷം നിറഞ്ഞതും സുഖകരവും ആണെന്ന് പറഞ്ഞു. എൻ്റെ താല്പര്യങ്ങൾ പ്രീത വർമ്മയും പ്രീത വർമ്മയുടെ താല്പര്യങ്ങൾ ഞാനും അനുവദിക്കുന്നതുകൊണ്ട് അതിലില്ലാതെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയ്ക്കാണ് ഈ പ്രകൃതിയെക്കുറിച്ച് വിമൽ കുമാർ പറഞ്ഞ് തുടങ്ങിയത്. പണ്ടുകാലങ്ങളിൽ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയായിരുന്നു പ്രകൃതിക്ക് എങ്കിൽ അടുത്ത കാലത്ത് പ്രകൃതി വളരെ കോപാകുലമായിട്ടാണ് നമുക്ക് കാണുന്നതിനായി കഴിയുന്നത്. ഇത്രയും ഒരു അവസ്ഥയിലേക്ക് പ്രകൃതി എത്തിയതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉദയൻ പറഞ്ഞു, ഇത് മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട ഒരു അവസ്ഥയാണ്. പ്രകൃതിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു മോശമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിന് സാധ്യമല്ല. കാരണം സമൂഹം നന്നായി കാണണം എന്നാണ് പ്രകൃതി എന്നും ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഭൗതിക സുഖങ്ങളോടുള്ള അകൈമമായ ഭ്രമം മനുഷ്യനെ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചു. വയലുകൾ നികത്തി അവർ പാടങ്ങൾ പണിതു തുടങ്ങി. കൂടാതെ
വീടുകൾ അലങ്കരിക്കുന്നതിനായി മരങ്ങൾ മുറിച്ചു മാറ്റി ആ മരം കൊണ്ടുള്ളതായിട്ടുള്ള അലങ്കാര വസ്തുക്കളും വീട്ടിൽ നിർമ്മിച്ച് തുടങ്ങിയതോടുകൂടി തന്നെ പ്രകൃതിയിലെ സൗന്ദര്യത്തിന് കോട്ടം തട്ടിത്തുടങ്ങി. പ്രകൃതിയെ മനുഷ്യൻ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും പ്രകൃതി ഇങ്ങനെ താണ്ഡവ നൃത്തം ആടുകയില്ല. അത് മനുഷ്യരാൽ വരുത്തിവെച്ച ഒരു വിനയാണെന്നാണ് ഉദയൻ പറഞ്ഞത്. അതിനെ ശരിവയ്ക്കുന്ന രീതിയിൽ വിമൽ കുമാർ പറഞ്ഞു, ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് എത്തുവാൻ കഴിയുമോ എന്ന ചിന്തയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ തൻ്റെ ഭൗതിക സുഖങ്ങളോടുള്ള ഭ്രമത്തിന് അയവ് വരുത്തണം. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ മനുഷ്യൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രകൃതിയെ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് വീണ്ടും എത്തിക്കാവുന്നതാണ്. അങ്ങനെ ഒരു തോന്നൽ മനുഷ്യരാശിക്ക് ഉണ്ടാവട്ടെ എന്ന് അവർ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർ ഹോട്ടലിൽ നിന്നിറങ്ങി അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു. വിമൽ കുമാറും പ്രീതാവർമ്മയും അവരുടെ വീട്ടിൽ എത്തിയപ്പോൾ രാത്രി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്ത് അതിനുശേഷം നല്ല ഒരു ദിവസം കഴിഞ്ഞതിൻ്റെ സന്തോഷത്തോടുകൂടി അവർ കട്ടിലിലേക്ക് മയക്കത്തിൽ വീണ് ഉറക്കത്തിലായി. തുടരും.